ഹായ് ഗായ്സ്, ഞങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് ഗൈസ്. ഇത് ആദ്യമായി മോം ആൻഡ് ഡാഡ് ആകാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോയാണ്. കാരണം ഞങ്ങളെപ്പോലെ മണ്ടന്മാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യണമായിരിക്കും, നമുക്കറിയില്ല. നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു റെഫറൻസ് വീഡിയോ പോലെ ഇതാർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഐ ഷോ യു ഗൈസ്. ആദ്യം കുട്ടിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ പാക്കറ്റുകളിലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഇതൊക്കെ എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനും മമ്മിക്കും ആണല്ലോ. അപ്പോൾ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ പാക്കറ്റിലാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒന്ന് സ്വാഡിൽ എടുത്ത് തരാൻ പറയുമ്പോൾ ഇവർ വായും പൊളന്ന് നിൽക്കുക, എന്തോ സ്വാഡിൽ എന്നറിയാതെ. സോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് സ്വാഡിലും സ്ലീപ്പിംഗ് സ്യൂട്ടും ആണ് ഗൈസ്. സ്ലീപ്പിംഗ് സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും അതിൻ്റെ ഫോട്ടോ കൊടുക്കാം. ഡ്രസ്സാണ്, ഇങ്ങനെ കൈയും കാലും എല്ലാം കവർ ചെയ്യുന്ന ഡ്രസ്സ്. സ്വാഡിൽ എന്ന് പറയുമ്പോൾ അതും കുഞ്ഞിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നൊരു സാധനമാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ അതൊരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണം വീതം ആണ് അതുള്ളത്. പിന്നെ ഡ്രസ്സുകളെല്ലാം ആദ്യം കാണിച്ചു തരാം. ഇത് ബേബി വെസ്റ്റ്. അതിനൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇതാണ് ബേബി വെസ്റ്റ്. അതൊരു 3-4-5 എണ്ണം ഉണ്ട്. അവർ കുറച്ചേറെ എടുത്ത് വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു 3-4-5 എണ്ണം എടുത്തു. അപ്പോൾ ആദ്യം ഞാൻ വെസ്റ്റിൻ്റെ സ്പെല്ലിങ് നമ്മുടെ മറ്റേ വെസ്റ്റ് എഴുതി വെച്ചു. അപ്പോഴാണ് ആയിരിക്കും എന്ന് വിചാരിച്ച് അതും എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായാൽ കൊള്ളായിരുന്നു. അപ്പോൾ അതൊരു സൈഡിൽ. പിന്നെ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാനുള്ളൊരു ഡ്രസ്സാണ് ഗൈസ് ഇത്. അത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ക്യാപ്പ്, മിറ്റൻസ്, സോക്സ്, കയ്യിലിടുന്നതും സോക്സും ക്യാപ്പുമാണ് ഗൈസ്. അതിൻ്റെ ഒരു സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 സെറ്റ് വെച്ചുണ്ടല്ലോ. അപ്പോൾ അതത്രയും കഴിഞ്ഞു. ഇത് ബേബി ബിറ്റ്സ് ആണ് ഗൈസ്. നമുക്കും വലിയ ഐഡിയ ഇല്ല ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത് ഫീഡ് ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് ഡ്രസ്സിലൊന്നും ആക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുണ്ട് ഗൈസ്, ഒരു കുറേയുണ്ട്, ഉണ്ട്, കുറച്ചേറെ ഉണ്ട്. പിന്നെ ഇത് 2 സെല്ലുലാർ ബ്ലാങ്കറ്റ് പ്ലസ് ഒരു നോർമൽ ബ്ലാങ്കറ്റ്. ഈ 2 എണ്ണം ഇവിടുന്ന് വാങ്ങിയതും ഇത് അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുമാണ് ഗൈസ്. മറ്റേ തൊപ്പി ഇങ്ങനെ തലയിൽ വന്നിട്ടുള്ള ഷീറ്റ്, ഇങ്ങനെ ബ്ലാങ്കറ്റ് പോലത്തെ സാധനം, അതൊരു സെറ്റ്. ഇത് കുറേ മിറ്റൻസിൻ്റെ പാക്കറ്റാണ് ഗൈസ്. അത് ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യം വന്നാലും ഒന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ് ഡയപ്പർ. അതൊരു 2 കവർ നിറയെ ഡയപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സെറ്റ് ഓഫ് ഡയപ്പേഴ്സ് അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡയപ്പർ ചേഞ്ചിങ് ഷീറ്റാണ്. ഇവിടെ ഇങ്ങനെ കൊച്ചിനെ കിടത്തിയിട്ട് നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യാം. ഇത് നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയൊക്കെ ഡയപ്പർ വെച്ച് ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് വൈപ്സൊക്കെ വെച്ചിട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഉപയോഗിക്കാം ഗൈസ്. അതാണ്. അപ്പം അത്. പിന്നെ ഇത് വൈപ്സ്. അപ്പോൾ വൈപ്സ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 99% അല്ലെങ്കിൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള വൈപ്സേ നമ്മൾ ഉപയോഗിക്കാം, വേറൊന്നും വാങ്ങാൻ പാടില്ല. അപ്പോൾ വൈപ്സ്, പിന്നെ ബോഡി ലോഷൻ, ഇത് ഡയപ്പർ ബാരിയർ ഓയിൻമെൻ്റ് ആണ് അത്. ഇത് ഇൻ കേസ് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് വന്നിട്ടില്ലെങ്കിൽ കൊടുക്കാനുള്ള ഫോർമുലയാണ് ഗൈസ്. അത് അവിടെ നിന്നും തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് നമ്മൾ ജസ്റ്റ് 2 എണ്ണം എടുത്ത് വെച്ചു. ഇത് മസ്ലിൻ ക്ലോത്താണ്, അതായത് നമുക്ക് കൊച്ചിൻ്റെ മുഖമൊക്കെ തുടയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ക്യാപ്പാണ് ഗൈസ്. അതും ഇങ്ങോട്ട് വരുമ്പോൾ വെച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അപ്പം അത്രയാണ് ബേബിയുടെ ഐറ്റംസ്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും വേണമെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മളൊന്നും വെച്ചിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബില്ലോ. ഇതിനകത്ത് വെക്കാനുള്ള 2 സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് പമ്പ്, ഫീഡിങ് ബോട്ടിലുമാണ്.
ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ചു. അത്രയാണ് കുഞ്ഞിനെ ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ. എൻ്റെ സൈഡാണ് ഗൈസ്, എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ 3 ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി വെയേഴ്സാണ് ഗൈസ്, അത് 3 എണ്ണം. പിന്നെ ജസ്റ്റ് ഒരു ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻ കേസ് മുഖമൊക്കെ തുടയ്ക്കാനോ അങ്ങനെ വേർക്കുമ്പോൾ തുടയ്ക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഒരു ടവൽ. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നോർമൽ പാഡും ഇത് മറ്റേ പുള്ളപ്പ് പാഡ്, ഡയപ്പർ പോലത്തെ പുള്ളപ്പ് പാഡുമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ഫോസെറ്റ് ഇല്ലല്ലോ ഗൈസ്, ടോയ്ലറ്റിൽ പോയ അപ്പോൾ പെരിനിയൽ വാഷിന് വേണ്ടിയിട്ട് അവർ വാങ്ങാൻ പറഞ്ഞ സാധനമാണ്. ഞാൻ ഓൾറെഡി അല്ലാണ്ട് വാങ്ങി വെച്ചതാണ് ഇത്. പക്ഷേ യൂസ്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം. പിന്നെ അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഞാൻ മിക്കവാറും ഒരു കപ്പും കൊണ്ടായിരിക്കും പോവുക. പിന്നെ ഇത് നിപ്പിൾ പാഡ്, അതെ അറിയാലോ, പാല് വരുമ്പം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം, ഉടുപ്പേലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണെന്ന് തോന്നുന്നത് ഇതിൽ യൂസ്. എനിക്കങ്ങനെയായിരുന്നു. ഇത് നമ്മൾ ഒരു ബോഡി വാഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിപ്പിൾ ക്രീം, ഇത് നമുക്ക് പോസ്റ്റ് ബർത്ത് സ്പ്രേ ആണ്, അതായത് നമ്മുടെ പെരിനിയൽ ഏരിയയിൽ സ്പ്രേ ചെയ്യാനുള്ളതാണ്. അങ്ങനെ 2 സാധനങ്ങൾ. ഇത് പിന്നെ നമ്മുടെ ഒരു സ്ക്രബ്ബർ, മോയ്സ്ചറൈസർ, ഒരു സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഞങ്ങൾക്ക് 2നും വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇട്ടുകൊണ്ട് വരാനുള്ള ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ പാർട്ടിൽ അടുക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്തൊരു ചപ്പൽ വേണം, പിന്നെ എന്തായിരുന്നു, സ്നാക്സ് വേണം, ഡ്രിങ്ക്സ് വേണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ബാക്കിയെല്ലാം ആയെന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ സോക്സ്, അങ്ങനെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഓക്കെയാണ്, അതുകൊണ്ട് സോക്സിൻ്റെ ഒന്നും ആവശ്യമില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ആർ റെഡി ടു വെൽക്കം അവർ ബേബി. കൊച്ചിൻ്റെ അച്ഛൻ്റെ മാത്രമേ ഉള്ളൂ ഇനി എടുത്ത് വയ്ക്കാൻ. അത് പുള്ളി 1-2 സാധനങ്ങൾ ബൈകിട്ടുകൊണ്ട് വന്നോളും. കാരണം നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ എടുക്കാൻ മറന്നാലും നമുക്ക് വന്നെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കൊച്ചിൻ്റെ അച്ഛൻ എന്തോ 1-2 ഡ്രസ്സ് വേണമെന്നില്ല, ഇവിടെ വന്ന് ഫ്രഷപ്പ് ആവാവുന്നതേ ഉള്ളൂ. പിന്നെ സ്നാക്സ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കൊച്ചിൻ്റെ അച്ഛന് വേണ്ടി കൊണ്ടുവരണം. അവിടെ ഇരുന്ന് ബോറടിക്കരുതല്ലോ, എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇനി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫീഡിങ് ബോട്ടിലും ബ്രസ്റ്റ് പമ്പ് സ്റ്റെറിലൈസ് ചെയ്യണ്ടായിരിക്കും. അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഇനി എടുത്ത് വയ്ക്കാൻ. എൻ്റെ ഒരു വിശ്വാസം ഇത്ര സാധനങ്ങളൊക്കെ മതിയാകും. ഇനി എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് വേണ്ടി വരുക ഡെലിവറി ടൈമിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ഷെയർ ചെയ്യാനുള്ള ആവത് എനിക്ക് പോസ്റ്റ് ഡെലിവറി ഉണ്ടെങ്കിൽ. പിന്നെന്താണ്, ഇത് ആർക്കെങ്കിലും ഇപ്പോൾ UK ആകുമ്പം അതും ഫസ്റ്റ് നമുക്ക് നാട്ടിൽ നിന്ന് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും വേറൊരാൾക്ക് വേണ്ടി പോലും മെനക്കെട്ടിട്ടില്ലല്ലോ. എന്തൊക്കെ സാധനങ്ങൾ വേണം എല്ലാം നമ്മുടെ പേരൻസും റിലേറ്റീവ്സും ഒക്കെ നോക്കുമല്ലോ. അപ്പോൾ നമുക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.